വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ജനകീയ തിരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ക്യാമ്പിൽ കഴിയുന്നവരിൽ സന്നദ്ധരായവരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി ദുരന്ത ഭൂമിയിലെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ ദുരന്തം അനാഥനാക്കി സഹാക്കിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു. അനുഭവമായി പോയി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഒരു മിനിറ്റ്, ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ദിവസവും ഇവരുടെ ബന്ധുക്കൾ ഇങ്ങനെ ചുരൽമലയിൽ നിന്ന് സജോ ദേവസിയും, കൽപ്പറ്റയിൽ നിന്ന് ദീപക് ധർമ്മടവും, മുണ്ടക്കൈ മേഖലയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദും, അട്ടമലയിൽ നിന്ന് ഷഹദ് റഹ്മാനും ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, ജനകീയ തെരച്ചിൽ തുടരുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഹദ്? ഉന്മേഷം, ഞാൻ നിൽക്കുന്നത് ഈ അട്ടമലയിലാണ്. അട്ടമലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. നമ്മൾ ഈ സംഭവം നടന്ന ആദ്യ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. വലിയ രീതിയിൽ കുത്തൊഴുക്ക് ഉള്ള ഒരിടമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സുഗമമായിട്ടുണ്ട്. ആളുകൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ജനകീയ തെരച്ചിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെൽഫെയർ പാർട്ടിയുടെ ടീമും അതുപോലെ തന്നെ ISMന്റെ ടീമുമാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കുറച്ച്, അതായത് ചില ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള യുവാക്കളും ഇവർക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് മുൻപ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഇടമാണ്. അത് ഞാൻ ഈ നിൽക്കുന്ന ഇടത്തും അതുപോലെ തന്നെ കുറച്ച് മാറിയിട്ടും അങ്ങനെ മൊത്തത്തിൽ 8 മൃതദേഹങ്ങൾ ലഭ്യമായിട്ടുള്ള ഒരു ഇടമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ NDRFും ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്. അവർക്കൊപ്പമാണ് ഇത്തരത്തിൽ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഏറ്റവും പുതുതായിട്ട് ലഭ്യമാവുന്ന ഒരു വിവരം, കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അല്പസമയം മുൻപ് ഒരു സംശയാസ്പദമായ രീതിയിൽ മനുഷ്യൻ്റെതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു രണ്ട് ചെറിയ ശരീര ഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ NDRFനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 60 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭാഗത്ത് ഒരു കട്ടിൽ, അതുപോലെ തന്നെ ഒരു സ്കൂൾ ബാഗ്, അങ്ങനെ മുഴുവനായിട്ടും ഒരു വീടിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം ആ മേഖലയിലാണ് ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ ടീമും അതുപോലെ തന്നെ ഈ ISMന്റെ ടീമും ഒക്കെ തന്നെ ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. ഇപ്പം ഇവിടുന്ന് എന്ത് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു? നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ച പോലെ അട്ടമലയുടെ ഭാഗം, ഈ പ്രദേശത്ത് മെഷീനറി വസ്തുക്കളൊന്നും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ സാഹചര്യം ഇവിടെ എത്തിയ സമയത്ത് കാണാൻ സാധിച്ചത്. കാരണം ഈ ക്രെയിനോ JCBയോ മറ്റു ഉപകരണങ്ങളോ ഒന്നും എത്താത്ത ഒരു ഉൾപ്രദേശം, ഒരു ഡാം സൈറ്റിന്റെ താഴെ വശങ്ങളിലേക്ക് വീട് ഉൾപ്പെടെ നിന്ന കട്ടിലും, അതേപോലെ കുട്ടികളുടെ ബാഗ്, അതേപോലെ അതിൽ നിന്ന് കിട്ടിയ പൈസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ടീം ഈലാഫ് ഊർജിതമായി തന്നെ നമ്മളിവിടെ തെരച്ചിൽ കിട്ടിയ എല്ലാം തോന്നുന്ന ആ 2 ഇത് കൊടുത്തോ? NDRFനെ ഏൽപ്പിച്ചോ? നമ്മള് ഒരു കാൽമുട്ടിന്റെ മോഡലായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും മൃഗത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ എന്നുള്ളത് നമ്മളത് കൈമാറിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഒരു കാർട്ടിലേജ് പോലെയാണ് തോന്നുന്നത്, മൃദുവായിട്ടുള്ള അസ്ഥി പോലെയാണ് നമുക്ക് കാഴ്ചയിൽ ദർശിക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ്. കാരണം ഈ മനുഷ്യൻ്റെതെന്നാണോ അതോ മൃഗത്തിൻ്റെതാണോ എന്നറിയില്ല, എല്ല് പോലെ തോന്നിക്കുന്ന ഒരു സാധനമാണ്. രണ്ടെണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും ഇവിടെ കുറേ നേരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു പേഴ്സിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ ബാഗുണ്ട്, അതുപോലെ തന്നെ സ്കെച്ച് പെന്നുണ്ട്, കൂടാതെ കട്ടിലിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഈ ജനകീയ തിരച്ചിൽ നടത്തുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലൊക്കെ ഇതുവരെ ആളുകൾ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ യന്ത്രങ്ങൾ എത്തിപ്പെടാത്ത ഇടങ്ങളിൽ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെരച്ചിലുമാണ് ഇന്ന് പ്രധാനമായി
പ്രധാനമായിട്ടും എല്ലായിടങ്ങളിലും നടത്തുന്നത്. ഇപ്പോൾ രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ആരംഭിച്ചതാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇത്തരത്തിൽ ഈ ചെറിയ ജ്വല്ലറിയുടെ പാത്രവും അതുപോലെ തന്നെ സ്കെച്ച് പെന്നും അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗും അങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഈ മേഖലയിലേക്ക് JCB അതുപോലെ തന്നെ ഹിറ്റാച്ചി ഒന്നും കടന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമല്ല. കാരണം പൂർണ്ണമായിട്ടും പാറക്കെട്ടുകളാണ്. അതുപോലെ തന്നെ നല്ല കുത്തൊഴുക്കുള്ള പുഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ, അതായത് ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആയിട്ട്. പക്ഷേ ഇന്ന് കുറെ കൂടി ശാന്തമായി ആളുകൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ച ഈ ISMന്റെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ ടീമും അതുപോലെ തന്നെ കുറച്ച് യുവാക്കളൊക്കെ ചേർന്ന ഭയങ്കര വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തുന്ന NDRF സംഘം ഇവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുൻപ്. അവർ ഇപ്പോൾ ഈ കിട്ടിയ അതായത് ശരീരം മനുഷ്യൻ്റെതാണോ എന്നറിയില്ല, മൃഗത്തിൻ്റെതാണെന്നോ എന്നറിയില്ല, പക്ഷേ എല്ലുമെന്ന് തോന്നിക്കുന്ന സാമ്യമുള്ള സാധനങ്ങളുമായിട്ട് അവർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അവർ വയർലൻസ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ സ്ഥിരീകരണം വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വീടിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീട്ടിലുണ്ടായിരുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ബെഡ്റൂമിലുണ്ടായിരുന്ന പൂർണ്ണമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ എന്തായാലും ഈ മേഖലയിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് കട്ടിലിന്റെ അവശിഷ്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ വീടിന്റെ ഡോറിന്റെ അവശിഷ്ടങ്ങളുണ്ട്, കിച്ചണിൽ അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ബാഗുണ്ട്, സ്കെച്ച് പെന്നുകളുണ്ട്, ക്യാഷ് ഉള്ള പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറെ അധികം സാധനങ്ങൾ ഈ മേഖലകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ കുറെ അധികം ഈ മണ്ണും അതുപോലെ തന്നെ മരങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുകയുമാണ്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് കുറെ കൂടി ആഴത്തിൽ പരിശോധന നടത്താം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ISMന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമും അതുപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുടെ വളണ്ടിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ തിരച്ചിൽ നടത്തുന്നത്. ഉന്മേഷ്, കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഈ SYSന്റെ ആളുകൾ അതുപോലെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാതെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, NDRFന്റെ സംഘമുണ്ട്. അപ്പം NDRFന്റെ സംഘത്തിനൊപ്പമാണ് ഇവരെല്ലാവരും കൂടിയിട്ടുള്ളത് പ്രധാനമായിട്ടും. കാരണം NDRFനും പോലീസിനും 2 പേർ 3 പേർ എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ ചുമതല നൽകിയിരിക്കുകയാണ്. അവരുടെ അണ്ടറിലാണ് കൂടുതൽ ആളുകൾ വരിക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇവിടെ നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് NDRFന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തിരച്ചിൽ തുടരുകയാണ്. ഉരുൾപൊട്ടൽ മേഖലയിൽ തിരച്ചിൽ തുടരുന്നു. ഇപ്പോൾ ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.